അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ഖുർആനിലെ ഹൃദയത്തെ സ്പർശിക്കുന്ന അതിമനോഹരമായ ഒരു ആയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ആയത്ത് ഒരു സാധാരണ വാക്കല്ല. ഖുർആൻ നമ്മോട് സ്വർഗത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിൽ പ്രവേശിച്ച വിശ്വാസികളെ അള്ളാഹു തന്നെ സലാം എന്ന അഭിവാദ്യം ചെയ്യുന്ന അതിമഹത്തായ നിമിഷം. ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് ലഭിച്ചാലും അള്ളാഹുവിൻ്റെ സലാമിനോട് താരതമ്യം ചെയ്യാനാവില്ല. നമ്മൾ ചിന്തിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ നമ്മെ പ്രശംസിച്ചാൽ പോലും നമുക്ക് സന്തോഷമാവും. എന്നാൽ നമ്മുടെ റബ്ബ്, നമ്മുടെ കാരുണ്യവാനായ റബ്ബ്, നമ്മുടെ അള്ളാഹു നമ്മ കാരുണ്യത്തോടെ അഭിവാദ്യം ചെയ്താൽ എന്ത് ബഹുമതിയാകും. സൂറത്തുൽ യാസീനിലെ 58-ാമത്തെ ആയത്താണ് സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലും റബ്ബിർ റഹീം. കാരുണ്യകനായ രക്ഷിതാവിൽ നിന്നുള്ള സമാധാനത്തിൻ്റെ അഭിവാദ്യം. സ്വർഗത്തിൽ അള്ളാഹു തന്നെ തൻ്റെ വിശ്വസ്തരായ ദാസന്മാരെ സലാം എന്ന് അഭിവാദ്യം ചെയ്യുന്നു. അതിന് വലിയ ബഹുമതിയും സന്തോഷത്തിനും മറ്റൊന്നുമില്ല. ഈ ആയത്ത് സ്വർഗജീവിതത്തിൻ്റെ മഹത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഭക്ഷണമോ പാനീയമോ കൊട്ടാരങ്ങളോ മാത്രമല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയും കാരുണ്യവും നേരിട്ടുള്ള സലാമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണയും സമാധാനവും നമുക്ക് ലഭിക്കുമെന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ആയത്ത് എങ്ങനെ പാരായണം ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ശാന്തമായ മനസ്സോടെ ഒതു ഉണ്ടെങ്കിൽ അതിലും നല്ലത്. ശേഷം ഈ ആയത്ത് സാവധാനം പാരായണം ചെയ്യുക. സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം. അതിനുശേഷം എത്ര വട്ടം ഓതാൻ പറ്റുമോ അത്രയും വട്ടം ഓതിയതിനു ശേഷം അള്ളാഹുവിനോട് ആവശ്യങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുക. ആരോഗ്യം, സമാധാനം, കുടുംബത്തിൻ്റെ നന്മ, കടബാധ്യതയിൽ നിന്നുള്ള മോചനം, മക്കളുടെ ഭാവി, നല്ല ഭാവി, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഏത് നന്മയും അള്ളാഹുവിനോട് ചോദിക്കാം ഈ ആയത്ത് ഓതിയതിന് ശേഷം. പ്രിയരെ, യഥാർത്ഥ സമാധാനം ലോകത്തിൽ നിന്നുള്ളതല്ല, അള്ളാഹുവിൽ നിന്നാണ്. ഈ ആയത്ത് നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്ത് വെറും ചൊല്ലൽ മാത്രമാക്കാതെ അതിൻ്റെ അർത്ഥം ഹൃദയത്തിൽ ജീവിപ്പിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. അതിനുശേഷം നിങ്ങൾ ദുആ ചെയ്യും. അവസാനമായി നമുക്കൊരു ചെറിയ ദുആ ഇവിടെ ചെയ്യും. യാ അല്ലാഹ്, ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കണമേ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ. സ്വർഗത്തിൽ നിൻ്റെ സലാം കേൾക്കാനുള്ള ഭാഗ്യമുള്ള ദാസന്മാരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ആയത്ത് പാരായണം ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു തൻ്റെ ജ്ഞാനത്തിനനുസരിച്ച് ദുആ സ്വീകരിക്കപ്പെടുന്നവനാണ്. ചിലപ്പോൾ നാം ചോദിച്ചത് തന്നെ നൽകും, ചിലപ്പോൾ അതിലും നല്ലത് തന്നെ നൽകും, അല്ലെങ്കിൽ ഒരു തിന്മയെ അകറ്റും. അതിനാൽ പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും നമുക്കത് സാധിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സലാം കേൾക്കുവാനുള്ള ഭാഗ്യം നമ്മൾക്കും ഉണ്ടാകട്ടെ. ആമീൻ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റും ലൈക്കും കൊണ്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാവരും ഒന്ന്